നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കണക്കിലെ പ്രശ്നം? സർ അത് ഇടുക്കിയിലെ സ്പൈസസ് ഇമ്പോർട്ട് ചെയ്ത വകയിൽ തോമസ് എന്നൊരു ഏജന്റിന് 10,26,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. അത് പിറ്റേ ദിവസം തന്നെ ചെക്ക് മാറി രൂപ ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ശരി. ഇതേ തോമസിന് ഇതേ ഡേറ്റിൽ വീണ്ടും റെഡി ക്യാഷ് കൊടുത്തെന്ന് വീണ്ടും ഒരു കണക്കൂടി എഴുതിയിട്ടുണ്ട്. അത് സാർ ഒന്ന് നോക്ക്. ഈ തുക എവിടെ പോയത്? സാർ, ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത്. അതെ, പക്ഷേ ഈ 10,26,000 രൂപ സുമലത എന്താ ചെയ്തത്? സത്യം പറ, ഈ തുക സുമലതയുടെ അക്കൗണ്ടിലേക്കോ അതോ മറ്റേതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത്? സാർ, അത് ക്ലറിക്കൽ എററാവും. ഇത്രയും രൂപ ക്ലറിക്കൽ എററോ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കമ്പനി ലോസിൽ പോകാൻ പ്രധാന കാരണം ഇതുപോലത്തെ തിരിമറികളാണ്. ഇപ്പൊ സീറ്റിലേക്ക് വെക്കും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യട്ടെ. ഈ തിരിമറി തെളിഞ്ഞാൽ പിന്നെ ആ സീറ്റിൽ ഉണ്ടാവില്ല, ഓർത്തോ. അച്ഛാ, സുമലത കള്ളൊന്നും ചെയ്യില്ല. എന്നോട് വലിയ സ്നേഹ. ഓ, സുമലത നിന്നെ ശരിക്കും പോയെത്തുന്നുണ്ടല്ലേ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവര് പോയെത്തുന്നതേ അവരുടെ കാര്യം കാണാനാ. ഇനിയെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടാവണം. ജാസ്മിൻ എന്നാണ് പേരല്ലേ? അതെ. ഐശ്വര്യ, ഈ ജാസ്മിനെ കണ്ടുപിടിക്കും. പുതിയ സ്റ്റാഫാ, പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടുള്ള കൂറ് കണ്ടു. ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാഫ്. മനസ്സിലായോ? ജാസ്മിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഞാനങ്ങോട്ട്. ശരി, പൊയ്ക്കോ. അക്കൗണ്ട്സ് എല്ലാം തറവാറ്റ് ചെക്കപ്പ് ചെയ്യണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റരുത്. എല്ലാ കാര്യത്തിലും ഐശ്വര്യയുടെ പ്രത്യേക ശ്രദ്ധ വേണം. ശരി. പിന്നെ ജാസ്മിൻ ഐശ്വര്യക്ക് നല്ല സഹായം. വിട്ടുകളയണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.